നമ്മളെ പഴയ കെട്ട് കണ്ടല്ലോ. അപ്പം ഇനി അതിൻ്റെ മേലേക്ക് കാട്ടുകല്ല് വെച്ച് കെട്ടണം. അപ്പോൾ ഒരു തറ പോലെ ആദ്യം കെട്ടിയിട്ട് അതിൻ്റെ മേലേക്ക് കാട്ടുകല്ല് പറക്കി വെക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ നമ്മൾ മണ്ണൊക്കെ എടുത്തു മാറ്റുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ മനുഷ്യൻ വിചാരിച്ച ചേർത്ത് പിടിക്കാനും ചേർത്ത് വെക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ വിചാരിക്കണമെന്ന് മാത്രം. കഴുകി വെച്ച് കുറച്ച് കല്ലുണ്ട് അപ്പൂസ അവിടെ നിന്ന്. പോരെ. അപ്പോൾ ഇത് മണ്ണ് വെച്ചല്ല കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കല്ലിൻ്റെ ഇടയിൽ ചീള് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ല് വേണം. അതൊന്ന് പറക്കിയെടുക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. വെള്ളാരം കല്ല കണ്ടോ, അസ്ത്രം പോലെ ഷാർപ്പാണ്. പിന്നെ പേരറിയാത്ത കല്ലുകൾ. അപ്പൂസേ, ഒരു വലിയ കല്ല് കൊണ്ടനി അവിടെ വെക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കെട്ടിൻ്റെ മേലെ നിന്ന് ഇത്രയായി വരുന്നുണ്ട്. ഒരു വലിയ കല്ല് നീ എടുത്തു തരിക, ഇവിടെ വയ്ക്കുക. അല്ല, ഞാൻ എടുത്തു തന്നിട്ട് അപ്പുറത്ത് മേലെ അവിടെ അതാ അവിടെ വെച്ചോ. കുറച്ച് പുറത്തേക്ക് ഇറക്കി വയ്ക്കുക, കിണറ്റിൻ്റെ ഉള്ളിലേക്ക്. കുറച്ചോടെ മതി. ഇനി അടുത്ത് ഒന്നുകൂടെ തരാം. ഇതാ അതും ഇതുപോലെ തന്നെ വെച്ചോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുന്നിൽ തിരിച്ചു വെച്ച്, അതിൻ്റെ അടുത്ത് തിരിച്ചു വെച്ച്, ഒന്നുകൂടെ തിരിച്ചു വെച്ച്, കമത്തി വെച്ച്, അങ്ങനെ. ഓക്കെ. അപ്പൂസേ, ഈ രണ്ട് കല്ല് കണ്ടോ? അടുത്ത കല്ല് വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് പോകരുത്. നമ്മൾ ഇഷ്ടിക അടുക്കി വെക്കുന്ന പോലെ അത് മറിഞ്ഞു പോകും. അപ്പോൾ ഈ രണ്ട് കല്ലിൻ്റെ മേലെ ഇങ്ങനെ ക്രോസ് വെക്കുക. അപ്പോൾ ഈ രണ്ട് കല്ലിന് പിടുത്താവും. അപ്പോൾ അടുത്ത് വരുന്ന കല്ലും അതുപോലെ എന്ത് ചെയ്യണം കണ്ടോ? ഈ 1, 2, 3 ഈ 3 കല്ല് തമ്മിൽ എന്ത് ചെയ്തു? കണക്റ്റഡായി. ഇതേപോലെ വെക്കുമ്പോഴാണ് നമുക്കതിനൊരു ബലം വരുള്ളൂ. പിന്നെ കരിങ്കല്ലാണെങ്കിൽ അടിച്ച് ഇങ്ങനെ മുഖമൊക്കെ തെളിച്ച് കിട്ടുമല്ലോ. ഇതിനത് പറ്റില്ല, കാട്ടുകല്ലായതുകൊണ്ട്. പിന്നെ ഈ സൈഡ് ഓക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന കല്ലുകളെല്ലാം ഇതുപോലെ പെറുക്കി ഇട്ടാൽ മതി, ഫില്ലാവും.
അപ്പോൾ നമുക്ക് വരുന്ന പണിയെന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഒരു കല്ലിങ്ങനെ എടുത്ത് വെക്കുന്നതാണ് നമുക്ക് വരുന്നൊരു പണി. ബാക്കി ഉള്ളിലേക്കല്ല ഈ പറയുന്ന പോലെ ഈസി ആയിട്ട് കല്ല് പറക്കി വെക്കാം. ഇതിൽ കൂടുതൽ ഇത് കെട്ടി പൊന്തിക്കാൻ പറ്റില്ല, കാരണം ഇത് മണ്ണിട്ടിട്ടല്ല, ചെളി കുഴച്ചല്ല കണക്ട് ചെയ്യുന്നത്, അതേപോലെ സിമെന്റ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഹൈറ്റ് വരുമ്പോൾ വീതി കുറവായതുകൊണ്ട് അത് കെട്ട് പൊളിഞ്ഞു പോകും. ഇതിലിനി പുറം വെള്ളമൊന്നും വരില്ല, അത് ഇതിൽ ഒഴിഞ്ഞു പോയിക്കോളും. ഒരു മൂടിയും കൂടെ ചെയ്യാം, കാരണം വേറെ പട്ടിയോ പൂച്ചയോ ഒക്കെ വന്നിട്ട് ചാടി വീഴാതിരിക്കാൻ. അതിനുശേഷം ഓടുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാം. അത്രയൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ അപ്പൂസ് 2 കാലപ്പുറത്ത് കൊടുത്തിട്ട് ഓട് മേഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ചെയ്യാം. ഇതോ അല്ല, ഇവിടെ കുറച്ച് കല്ല് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്യാം, കാരണം നമ്മൾ കുരു ഒഴുകുന്ന സമയത്ത് വരില്ല. അപ്പോൾ ഒന്നോടെ കഴുകി കോരുക കേട്ടോ. കിണർ കഴുകുകയാണേ. കാരണം ഇനി വെള്ളം എത്തി അത് ഉപയോഗിക്കാൻ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളതിന് കോരുന്നില്ല, കാര്യം 2-3 പ്രാവശ്യം ഇപ്പോൾ കോരി കഴിഞ്ഞു. പുതിയ കെട്ടിലെ കല്ലൊക്കെ കഴുകിയതുകൊണ്ട് അഴുക്കില്ല. പഴയ കെട്ടില് പൂസേ അതിൻ്റെ അടിയിലെ ഉറവ വരുന്നത് സൂം ചെയ്തെടുക്കട്ടോ. നമ്മുടെ കേണിക്കിണറിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത്രയും പൊക്കത്തിലേ കെട്ടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മേലേക്ക് കെട്ടുമ്പോൾ ഈ കല്ല് ഉറച്ചിരിക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ സിമെൻറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചെളി ഉപയോഗിക്കണം. അപ്പോൾ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ചെളി വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഹൈറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനൊരു മൂടി ഉണ്ടാക്കി വയ്ക്കാം, വേറൊന്നും വന്ന്
ചാടാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ടില്ല, നിമിഷങ്ങൾക്കകാണ് അടിയിൽ നിന്നും ചുറ്റോട് ചുറ്റും ഉറവ വന്നിട്ട് നിറയുന്നത്. ഇപ്പൊ നമ്മുടെ കേണിയുടെ പരിപാടി ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് കുറച്ച് കപ്പിയൊക്കെ വെച്ച് എല്ലാവരെയും പണ്ട് ഇതൊന്ന് കോരിയവരൊക്കെ നമ്മളൊന്ന് ക്ഷണിക്കുന്നുണ്ട് ഇല്ലവേ. അപ്പൊ ഇനിയും കുറച്ച് അപ്ഡേഷൻസ് ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പൊ അത്യാവശ്യം ഒരു ഉദ്ദേശം എഴുതിച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സിനെ കൊണ്ട് കോരാം, അതല്ലേ തെളിഞ്ഞു കുടിക്കുന്നൊരു വീഡിയോ ഉണ്ടാവും വൈകാതെ. പറഞ്ഞോ, അപ്പൊ എല്ലാരും ക്ഷണിക്കുകയാണ്. ക്ഷണിക്കണോ? ഇതിന്ന് വെള്ളം കോരി കുടിച്ച എല്ലാവരും, ഇതൊന്ന് വെള്ളം കോരി കുടിച്ച എല്ലാവരെയും ഇനി വെള്ളം കോരാൻ ക്ഷണിക്കുകയാണ്. ഇതിന് ഇത് മൂടില്ല. നല്ല വെള്ളമാണ്, ചുറ്റോട് ചുറ്റും ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഇനി സിമെൻറ്റോ കോൺക്രീറ്റോ ഒന്നും കൊടുക്കണ്ടെന്ന് ഓർത്തിട്ട് അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് കല്ല് വെച്ച് കെട്ടിയതും മേലെ ഓട് ഇങ്ങനെ പതിപ്പിച്ചതും. ഇനി ഞങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഞങ്ങൾ 2 ഇരുമ്പ് പൈപ്പ് കൊടുത്തിട്ട് അതല്ലെങ്കിൽ കാട്ടുകല്ല് കൊണ്ട് തന്നെ കെട്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ മേലെ കമ്പുകളൊക്കെ വെച്ച് ഓട് മേയും. ഇനി ഇതേതായാലും മൂടില്ല. ഇതിൽ നിന്ന് വെള്ളമെടുത്ത് എല്ലാവരെയും ക്ഷണിക്കുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രകൃതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, അടുത്തടുത്ത് വീടുകൾ വന്നു, ഒത്തിരി കിണറുകൾ വന്നു. ഈ തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. മഴക്കാലമാണ്, എന്നിട്ട് ഈ തോട്ടിൽ ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഉറവയിലൊക്കെ വ്യത്യാസം വരുമെന്ന് അറിയില്ല. മറ്റേ എപ്പോഴും ഇങ്ങനെ കവിഞ്ഞ് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എന്തായാലും ഇതിൻ്റെ പണി പൂർത്തിയായി എന്ന് പറയാം. ഇനി അതിൻ്റെ കുറച്ച് മോഡിഫിക്കേഷനും ഒക്കെയാണ്. ഈ കപ്പിയൊക്കെ സ്ഥിരപ്പെടുത്തണം, ഇരിക്കാനുള്ള സൗകര്യം വേണം. അതേപോലെ തുമ്പിയും പൂമ്പാച്ചിയൊക്കെ വന്നിരിക്കാൻ വേണ്ടി അവർക്ക് തേൻ കുടിക്കാൻ പറ്റുന്ന കുറേ ചെടികളൊക്കെ നടണം. അതൊക്കെ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങൾ പോലെ ഞങ്ങളത് ചെയ്യും. എന്തായാലും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വല്ലാത്തൊരു സംതൃപ്തിയാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 28 വർഷമായിട്ട് WMOയിൽ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയോ? എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ എത്ര റിസ്ക് എടുത്താലും ഞാനത് കംപ്ലീറ്റ് ഉത്തരവാദിത്തോടെ ചെയ്യുമെന്നുള്ളത് മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പളിനൊക്കെ അറിയാം. അതാണ് അവരെന്നെ ഏൽപ്പിക്കുന്നത്. അതുപോലെ ഏറെ പ്രയാസപ്പെട്ടാണ് നമ്മളിത് തുടങ്ങിയത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ടായിരുന്നു. എന്നാലും ഇത് വിജയിച്ചു അല്ലേ? ഓക്കെ, വലിയൊരു സന്തോഷം. അപ്പോൾ ഒരു ഉമ്മ